ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത് നമ്മളൊരു തിരക്ക് പിടിച്ച ദിവസത്തിൻ്റെ അന്നെടുത്തൊരു വീഡിയോ ആണിട്ടത്. അപ്പോൾ നമുക്കിന്നൊരു സ്ഥലം വരെ പോവാണ്ട്. അപ്പോൾ അതിനും കണ്ട് നമ്മൾ രാവിലത്തെ ചോറും കറിയൊക്കെ ആയതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ കടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഉണ്ടാക്കി വെച്ച് പോയാൽ പിന്നെ വൈകുന്നേരം വരുമ്പോൾ അത് എന്താ അങ്ങനെ ആലോചിച്ച് നിൽക്കണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ പോണ കാര്യം ഓരോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ ചായ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കടിയൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓലെ രാവിലെ സ്കൂൾക്ക് വിട്ടത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോണത് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, നമ്മളെ ഏട്ടത്തി ഉമ്മയൊക്കെ ഒന്ന് ഉംറ കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളോട് വൈകുന്നേരം സ്കൂളിൽ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ വരികയുണ്ടെന്ന് പറഞ്ഞിരിക്കണേ. വലിയ ഏട്ടത്തിനെ ഏൽപ്പിച്ചിന് ഓലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ രാവിലെ തന്നെ പോവുകയാണ്. ഉംറക്കാർ വരുന്നത് രാത്രിയാണ്. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിച്ചാനൊന്നും ആരും മറക്കല്ലിട്ടോ. കുറച്ച് ഇറച്ചി ഇവിടെ ബാക്കി ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന സമൂസ ഉണ്ടാക്കുക ഇന്നത്തെ കടിയായിട്ടൊക്കെ. എന്നും ബേക്കറി തന്നെ അങ്ങനെ കൊടുക്കണ്ടല്ലോ വിചാരിച്ചേട്ടാ. അങ്ങനെ സമൂസ പരത്തിയായിട്ടാണ് ഈ ഓല ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഓലൊന്നും വല്ലാതെ ഒന്നും നന്നായിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വിരുന്നുകാർക്ക് കൊടുക്കാനൊന്നും ഇല്ലല്ലോ, നമുക്ക് തന്നെ തിന്നാനല്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അത് മതി വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റെഡി ആക്കിയാലും നമ്മൾ രാവിലെ ഒരു 9 മണി ആകുമ്പോഴത്തേന് പെരേന്ന് ഇറങ്ങിക്കും കേട്ടോ. ഏടത്തി പോയപ്പോൾ പെരൊക്കെ പൂട്ടിയിട്ടാട്ടാ പോയിന് കേട്ടോ. മക്കൾ പിന്നെ ഒരാൾ പഠിച്ചിനോടത്തേന് രണ്ടാൾക്കാർ ഇവിടെ എൻ്റെ അടുത്തുണ്ടായിന്. ഓല് പിന്നെ 2 ദിവസമായിട്ട് ഓല് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട്. എന്നാലും ഞാൻ ആ പോയിട്ട് അന്നവിടെ കുറച്ചൊക്കെ ഒന്ന് അടിച്ചേരി നന്നാക്കി ഒന്ന് പോകുന്നത്. ഈ പൊടിക്കാലായാലും പൂട്ടിയിട്ട നല്ല മട്ടം ഉണ്ടാവുമല്ലോ പെരൊക്കെ ഒന്ന് കാണാൻ. അപ്പം ഞാൻ ബസ്സിനാണ് പോയത്, സ്കൂട്ടിയും കൊണ്ടൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ സ്കൂട്ടിയൊക്കെ കൊണ്ട് പോന്നാൽ രാത്രിയല്ലേ ഇവിടുന്ന് ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുക. അപ്പോൾ രാത്രി അതൊക്കെ കൊണ്ട് പോകാനൊക്കെ ഗതികേടാണ്. ഇതിപ്പോൾ നമ്മളെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പോരാ, പിറ്റേന്ന് വന്ന് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് ഇവിടെ പെര കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ബസ്സിന് കയറി പോകുന്നതൊക്കെയാണ്. അപ്പം നമ്മൾ എന്താ ഏടത്തിൻ്റെ പെരയിൽ എത്തിക്കും കേട്ടോ. 2 ദിവസം മുന്നേ വന്ന് നന്നാക്കിയോണ്ട് അതിനെ മാത്രം നിന്ന് നന്നാക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ പിന്നെ പ്രസവത്തിന് കൂട്ടി കൊണ്ടുവന്ന മോളെ പിന്നെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഓളോട് അങ്ങനെയൊന്നും വല്ലാതെ പണിയെടുക്കാനൊന്നും കഴിയില്ല. അതാണ് നമ്മൾ രാവിലെ തന്നെ പോകുന്നത്. നമ്മളെ പെരയിൽ പിന്നെ ഉമ്മയുടെ വരുന്നതുകൊണ്ട് നാത്തൂനും ഓലും ഉള്ളതുകൊണ്ട് അവൾക്ക് പിന്നെ പണിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ കുറേ പണികളൊക്കെ എടുത്തിട്ട് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇനിയിപ്പം ഒരു രാത്രിയല്ലേ വരുന്നത്. ഇനിയിപ്പോൾ ചോറ് കുറച്ച് വെച്ചുണ്ട്, കുറച്ച് പത്തിരി ഉണ്ടാക്കുക, അതുപോലെ തന്നെ കുറച്ച് കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ എടുത്ത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഒരു 7:30 മണിയാകുമ്പോഴത്തേന് ഇവിടുന്ന് ഞങ്ങൾ പോകണം എന്നൊക്കെയാണ് വിചാരിച്ചത്. ചോറ് ഓൽക്ക് വേണ്ടാന്ന് പറഞ്ഞ് കുറച്ച് ഏതായാലും വെച്ചാൽ തീരെ വെക്കാതെ നിൽക്കണ്ടെന്ന് രാവിലെ ഒരു വിളിച്ചപ്പം പറഞ്ഞിനി. അപ്പോൾ അങ്ങനെ കുറച്ച് ചോറും വെച്ച് ഇനി കുറച്ച് പത്തിരിയൊക്കെ പരത്തി ഫ്രിഡ്ജിലും വെക്കാമെന്നായിരുന്നു. പിറ്റേ ദിവസം വന്നതിൻ്റെ ആ ഒരു ക്ഷീണം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കുറച്ച് തോനെ തന്നെ നമുക്ക് പൊടിയൊക്കെ വാട്ടിയൊക്കെ കുറച്ച് പത്തിരി പരത്തി ഫ്രിഡ്ജിലും വെക്കുക. നാളെ രാവിലെ ഉമ്മച്ചിക്ക് നീച്ചാനും ഒക്കെ ഒരു ഗതികേട് തന്നെ ഈ വന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് പത്തിരി ഫ്രിഡ്ജിലും വെച്ച് ബാക്കിയൊക്കെ ചുട്ടുവെച്ചാട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് ഇതാ നേരെ പോവാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകാനാണ് കരുതിയത്. അപ്പോൾ ഓല് ഒരു 6:30 ആയപ്പോഴത്തേന് അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ നേരെ വേഗം മാറ്റി പോന്നേക്കാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന പിന്നെ എല്ലാവരെയും ഒപ്പം കാണാമല്ലോ വിചാരിച്ചാട്ട് അങ്ങനെ ഞാൻ ഓലെ കൂടെ പോന്നേക്കാട്ടോ. ഇനി നമ്മൾ ഇവിടുന്നാണ്ട് എയർപോർട്ടിൽ നിന്ന് ഉമ്മാൻ്റെ കൂടെ അവിടെ പെരേക്കാട്ടോ പോവുക. ഏട്ടത്തിൻ്റെ കൂടെയല്ല പോരുക. അപ്പോൾ ഏട്ടത്തിൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ ഇമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആങ്ങളെ പെരേന്ന് വണ്ടി എടുത്ത് പോന്നിട്ടുണ്ട്. ആങ്ങളാരെ മക്കളും ഓരോരുത്തരൊക്കെ ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ഇനി ഓല വണ്ടിയിലാണ് നമ്മൾ നേരെ തിരിച്ച് പെരേക്ക് കേട്ടോ. അപ്പോൾ രാത്രി സമയത്തെ എയർപോർട്ടിൻ്റെ അവസ്ഥ ഉണ്ടോ, എന്തായാലും രസം. ആകെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അത്രക്കും തിരക്കാണ് കേട്ടോ. 2 വിമാനം വന്നിറങ്ങിക്കുന്നു പറഞ്ഞാൽ അതാണല്ലോ ഇത്ര തിരക്ക്. മറ്റേ ഇത്ര തിരക്കൊന്നും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും ഇത്ര തിരക്കൊന്നും ഇല്ലേനി. ഒന്നാമത് ഇവിടെ ഓരോ പണികൾ നടക്കുന്നതുകൊണ്ട് രാവിലെ ഒന്നും ഇപ്പം വിമാനം വന്നിറങ്ങണമെന്നില്ല, പോക്കും വരവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഒക്കെ രാത്രി സമയത്താണുള്ളത്. അതാണ് ഇത്രയും തിരക്ക്. രാത്രി പിന്നെ 1, 2 ഒക്കെ വന്നിറങ്ങിയാൽ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ കണ്ട് ഇത്രയും ജനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ എന്താ നമ്മളെ ഉമ്മ നിൽക്കുന്നത് ആദ്യം വരും കേട്ടോ. കുറേ നേരം നമ്മളിവിടെ ഇങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ ഏടത്തിനെയും ഓലെയൊന്നും കാണാനില്ല. ഇപ്പം ഉമ്മാൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഉമ്മാനോട് പോരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഏടത്തിയും അളിയനും അളിയൻ്റെ ഉമ്മയും വാപ്പിയും ഓലൊക്കെ അവിടെ വന്നിറങ്ങിക്കുന്നുണ്ടോ. ഉമ്മ വന്ന് 5 മിനിറ്റ് കഴിഞ്ഞാലാണ് ഓല് വരുന്നത്. ഓല് പിന്നെ എല്ലാവരും ലഗേജും കിട്ടാതെ പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ. നമ്മൾ പിന്നെ അവിടെ പുറത്തുള്ളതുകൊണ്ട് ഉമ്മാനോട് പിന്നെ അവിടെ ഇറങ്ങി പോരാൻ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ എന്താ നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഓലെല്ലാവരോടും വർത്തമാനങ്ങളൊക്കെ ചോദിച്ചായിട്ട് ഇപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കയറ്റിയാണ് കേട്ടോ. അവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അല്ലാതെ ഒന്നും പാർക്കിങ്ങിനൊന്നും ഇതില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ ഓല കാറിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ പെരേക്ക് പോരുന്നത്. ഈ ഒരു കാറിൽ 5 ആൾ പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊരു 10 ആൾ ഈ ഒരു വണ്ടിയിലുണ്ട് കേട്ടോ.
അധികം കുട്ടികൾ തന്നെയാണ്, ആങ്ങളമാരൊക്കെ എല്ലാ കുട്ടികളും ഉണ്ട്. അതുകൊണ്ട് വൻ തിരക്കാണ് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഞാൻ രാവിലെ ഓലോട് പറഞ്ഞു ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങളെ വണ്ടി ഞാൻ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ ഓലോട് പറഞ്ഞു. ഓല് അതൊന്നും കേട്ടില്ല. ഇങ്ങോട്ട് പോരാ ഇമ്മയുണ്ട് ഞാനും ഉണ്ട്, അതൊന്നും കണക്കാക്കാതെ ഓല് വണ്ടി നിറച്ച ആളായിട്ട് പോന്ന്. ഏതായാലും നമ്മളെ വലിയ അടുത്ത് പിന്നെ അവിടുന്ന് പൗതിയേക്കന്നാണ്ട് ഓല വണ്ടി എടുത്ത് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഓല് എയർപോർട്ടിലേക്ക് പോകാൻ വിചാരിച്ചുകൊണ്ട് പണി കഴിഞ്ഞ് മകൻ വരാത്തതുകൊണ്ട് തന്നെ പോരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഓല വണ്ടിയിലാണ് ഇപ്പോൾ നമ്മൾ വൈമന്ന് നമ്മൾ ഓല വണ്ടിയിൽ കയറിയിട്ട് നേരെ ദാ പെരേക്ക് പോരുക കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താ പെരയിലെത്തിയപ്പോൾ നാത്തൂന് നല്ലൊരു സേമിയ പായസം ഉണ്ട്, സാബുനരിയൊക്കെ ഇട്ടിട്ടൊരു പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓരോ ഗ്ലാസ് കുടിച്ചിട്ട് പിന്നെ വേഗം ചോറ് തിന്നാൻ ഒരുങ്ങുകയാണ്. രാത്രി 8:30 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെരയിൽ എത്തിയപ്പോൾ അതൊക്കെ എന്താ ചോറുണ്ട്, കോഴിക്കറിയുണ്ട്. അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വേണം പെട്ടിപ്പൊളിയൊക്കെ നടത്താൻ. പിറ്റേന്ന് പരീക്ഷ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പെരേക്ക് നേരെ പോരേണ്ടതാണ്. അപ്പോൾ പെട്ടി പൊളിച്ചണമെങ്കിൽ ആദ്യം ചോറൊക്കെ തിന്നലാണ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറൊക്കെ തിന്നാട്ട് നമ്മളിതാ പെട്ടി പൊളിച്ചലിൻ്റെ ചടങ്ങിലാട്ടോ. അപ്പോൾ ഇമ്മ സാധനം ഒക്കെ ചെയ്താതാണ് ഇമ്മാൻ്റെ പേക്കാക്കി വിട്ടത് ആങ്ങളാരൊക്കെ. അപ്പോൾ ഏട്ടത്തിൻ്റെ മോളാണ് വിളിച്ചാട്ട്, ഓൾ അയ്യമ്മൂല് വിളിച്ചാട്ട് പറയണം ഓളൊക്കെയാണ് ഇത് പാക്ക് ചെയ്തത് തന്നെ. അപ്പോൾ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ പറയണം, ആർക്കൊക്കെ ഉള്ളതാണ് എന്തൊക്കെ ഉള്ളതൊന്നും അറിയില്ല. ഒറ്റൊന്നും വല്ല പേരും എഴുതിയിട്ടില്ല. പിന്നെ പുറത്തുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഒക്കെ നമ്മളോടത്തോലെ സാധനങ്ങൾ തന്നെയാണ്, ആങ്ങളാർ കൊടുത്തു വെച്ച് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേരേക്കുള്ളതും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യമ്മൂല് ഇങ്ങനെ ഓള് വിളിച്ചാട്ട് കാര്യങ്ങൾ പറയണം, അത് ഇന്നോൽക്കാണ് ഇത് ഇന്നോൽക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇമ്മാക്കാണെങ്കിൽ അതൊന്നും അറിയില്ല. അമ്മ പിന്നെ പാക്ക് ചെയ്ത് കണ്ടിട്ടില്ല, ഇവര് ജിദ്ദേന്ന് പെട്ടി പാക്ക് ചെയ്താട്ട് നേരെ കൊടുത്തേച്ചേക്കാണ്. അപ്പോൾ പെട്ടി പൊളിക്കണതിൻ്റെ ചെറിയൊരു വീഡിയോ കണ്ടില്ല നിങ്ങൾ? ഇതിൻ്റെ ഫുള്ള് സൗണ്ട് കൊടുത്താൽ ഒരു വിധം ചിരിച്ചില്ലാതാകും. അപ്പോൾ നമ്മൾ അതിൻ്റെ സൗണ്ടൊന്നും ഫുള്ള് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എന്താ പെട്ടിപ്പൊളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഓരി വെച്ച് മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരി വെക്കാൻ കേട്ടോ. അതൊക്കെ പിന്നെ ഓരോരുത്തർക്ക് അങ്ങനെ ഓരോ കവറിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടിപ്പൊളിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞ് തന്നെ പറയാം നമ്മൾ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ നേരെ പെരേക്ക് പോരുക കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.